ജഗന് വരാനുള്ള അനുമതി കിട്ടിയോ? അതെങ്ങനെ? കോടതിയിലെ റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഞാൻ വന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, വന്ദനയും നിയമങ്ങളെയും കാണാൻ കൂടിയാ. നിയമക്ക് ഞാനിപ്പോ അവളുടെ അച്ഛനെയും അച്ഛമ്മയും കൊന്ന കൊലപാതക. അങ്ങനെ അവളുടെ കാഴ്ചപ്പാട്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു മനസ്സല്ലേ. അവളുടെ മനസ്സിന് ആഴത്തിൽ പതിഞ്ഞ മുറിവ് അത്ര പെട്ടെന്നൊന്നും മാറ്റി കളയാൻ പറ്റില്ല. ജഗൻ കുറ്റമേറ്റ ഷോക്കില ഞാൻ ഇപ്പോഴും. പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞപ്പോ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് വന്ദനയായിരുന്നു. അത് മറന്നോ? ഇല്ല, കൊലയാളി ആരായാലും ശിക്ഷിക്കപ്പെടണമല്ലോ. ഞാൻ മനഃപൂർവ്വം അയാളെ കൊന്നതാണെന്ന് വന്ദന വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ജഗൻ കുറ്റം സംബന്ധിച്ചപ്പോ എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്ക് മരവിപ്പൊന്നും തോന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ സംശയങ്ങൾ ഇനിയും പലതും ബാക്കിയുണ്ട്. മനസ്സ് തുറന്നുള്ള ഒരു പറച്ചിലിന് മാത്രം എന്റെ സംശയങ്ങളെ തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസയോഗ്യമായ കാരണങ്ങൾ ബോധ്യപ്പെടണം. അതിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ ആദ്യം എനിക്കുണ്ടായിരുന്നു. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ജഗൻ രാജീവ് സാറിനെ ഇല്ലാതാക്കിയതാണെന്ന്. പിന്നെ ശരിക്കും ആലോചിച്ചപ്പോഴാ അതിൽ സത്യം ഇല്ലെന്ന് മനസ്സിലായത്. സത്യമില്ലെന്ന് മനസ്സിലായല്ലോ. അതിന്റെ കാരണം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രാജീവ് സാറിന്റെ കാറപകടവും മരണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത്. അതിനുശേഷമല്ലേ ജഗനോട് ഇഷ്ടം തോന്നുന്നതും. അതെ. പിന്നെന്തിന് എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ജഗൻ രാജീവ് സാറിനെ കൊല്ലണം? അതെ, അതാണ് സത്യം. അത് വന്നെനിക്ക് ബോധ്യപ്പെട്ടല്ലോ. സന്തോഷം. ബോധ്യപ്പെട്ടു. രാജീവ് സാറിനെ കൊല്ലാൻ തക്കതായി ജഗനിൽ നിന്ന് സംഭവിച്ചത് സ്വാഭാവികമായി സംഭവിച്ച ഒരു അപകടം മാത്രമായിരുന്നു എന്നുവെച്ച് ജഗൻ തീർത്തും നിരപരാധിയാണെന്ന് വിശ്വസിക്കാറായിട്ടില്ല. ജഗന്റെ കാറിടിക്കുന്നതിന് മുൻപ് രാജീവ് സാറിന്റെ കാറിൽ ഏതെങ്കിലും വാഹനം ഇടിച്ചിട്ടുണ്ടോ എന്നുള്ള ജഗന്റെ സംശയം തന്നെയാ എനിക്കും ACPക്കുള്ളത്. ജഗ, ആ സംശയത്തിന്റെ ചുരുൾ അഴിക്കാനുള്ള ശ്രമത്തിലാ ACP. രമേശേ, ഈ മാധവൻ നായരുടെ വീട് എവിടെയാ? ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ആദ്യം കാണുന്ന വീടാ മേഡം. അല്ല, താനെന്താ എവിടെ കിടന്ന് ഇറങ്ങുന്നേ? അല്ല മേഡം, ഇവനെ കണ്ടപ്പോ തന്റെ ചില ചുറ്റിക്കളികളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പാട്ടാ. അങ്ങനൊന്നുമില്ല മേഡം. എങ്ങനെയില്ലാന്ന്? അല്ല, അങ്ങനൊന്നുമില്ല. എടുത്ത് എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ചുറ്റിക്കളിയൊക്കെ നിർത്തിയിട്ട് പോവാൻ നോക്ക്. ഫ്രണ്ടിന്റെ പേരെന്താ? പ്രകാശ്. വണ്ടി എടുക്ക. പ്രകാശിന് ആളിനെ മനസ്സിലായോ? അത് ACP മേഡം, വൈഗ. മനസ്സിലായി. ACP എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഒരു കാര്യവും ഇല്ലാതെ ACP വൈഗ പ്രകാശന്റെ അച്ഛൻ മാധവൻ നായരുടെ വീട് തിരക്കി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാര്യം ഞാൻ പറയാം. തെറ്റ് ചെയ്യാത്ത ജഗനെ കുറ്റവിമുക്തനാക്കി യഥാർത്ഥ കുറ്റവാളിയെ പൂട്ടുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കാം അവര്. ജഗൻ അധികം നാളൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല.
ജഗ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വാ